Dear Plus One students, welcome to Lakshya School Plus. I am Jobin KJ, your faculty for accountancy. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് ജേണലിൽ റെക്കോർഡ് ചെയ്യാന്നുള്ളതാണ്. സോ നമുക്കറിയാം ജേണൽ എന്ന് പറയുന്നത് ഒരു പ്രൈമറി ബുക്കാണ്. ജേണലിൽ ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ ലെഡ്ജറും ട്രയൽ ബാലൻസും അതുപോലെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഒക്കെ നമുക്ക് സെറ്റ് ആവുള്ളൂ. സോ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഒരു 5 മിനിറ്റ്സ് കൊണ്ട് അത് ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാസ് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ജോബിൻ KJ. ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ബിസിനസ് കമൻസ്ഡ് വിത്ത് ക്യാപിറ്റൽ ആണ്, 7 lakh rupees ആണ്. സോ നമുക്ക് വരുന്ന രണ്ട് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് വരുന്നുണ്ട്, അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ട് വരുന്നുണ്ട്. സോ ക്യാഷും ഇൻക്രീസ് ചെയ്യാണ്, അതുപോലെ ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യാണ്. നമ്മുടെ ജേണൽ എൻട്രി എങ്ങനെയായിരിക്കും? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് 7 lakh. സോ ഫസ്റ്റ് ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് 7 lakh rupees. സോ നമുക്കറിയാം ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റി ആണ് അല്ലെ, ലോങ് ടേം ലയബിലിറ്റി ആണ് ബിസിനസ് സംബന്ധിച്ചിടത്തോളം. സോ ക്യാപിറ്റൽ കൂടി നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, ക്യാഷ് കൂടി ഒരു അസറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് ചെയ്യും. സോ നമ്മൾ രണ്ടാമത്തെ ട്രാൻസാക്ഷനിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം. രണ്ടാമത്തെ ട്രാൻസാക്ഷനിൽ പറയുന്നു ₹4,50,000 ഡെപ്പോസിറ്റ് ഇൻ എ ബാങ്ക് അക്കൗണ്ട്. നമ്മൾ ക്യാഷ് എന്ത് ചെയ്ത് കൊണ്ടിട്ട് എങ്ങോട്ട് കൊണ്ടിടുകയാണ്? ബാങ്കിലേക്ക് കൊണ്ടിടുകയാണ്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ക്യാഷിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് എന്ത് ചെയ്യും? കുറയും, ക്യാഷ് കുറയും. ബാങ്ക് എന്താ ചെയ്യുന്നത്? ബാങ്ക് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും അസറ്റ് ആണ്. അസറ്റ് ക്യാഷ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അതുപോലെ ബാങ്ക് ഒരു അസറ്റ് ആണ്, കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. സോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് റുപ്പീസ് എത്രയാണ്? 4,50,000. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് 4,50,000 ആണ് നമ്മളുടെ എമൗണ്ട് എന്ന് പറയുന്നത്, 4,50,000 rupees. സോ ദെൻ മൂന്നാമത്തെ നമ്മളുടെ ജേണൽ എൻട്രി അല്ലെങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യേണ്ടത് പ്ലാന്റ് പർച്ചേസ്ഡ് 2,20,000 ബൈ എന്താണ്? 2,20,000 ബൈ 30,000 ക്യാഷ് ബാലൻസ് ഓൺ ക്രെഡിറ്റ് എന്നാണ് പറയുന്നത്. സോ പ്ലാന്റ് 2,20,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 30,000 രൂപ എന്ത് ചെയ്തു? ക്യാഷ് കൊടുത്തു. ബാലൻസ് ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റ് എന്ന് പറയുന്ന സമയത്ത് അപ്പൊ എത്ര വരും ബാലൻസ്? 30,000 കൊടുത്തു കഴിഞ്ഞാൽ 1,90,000 രൂപ ക്രെഡിറ്റ് ആണ്. 30,000 ക്യാഷും ബാക്കി 1,90,000 രൂപ എന്താണ്? ക്രെഡിറ്റിനുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജേണൽ എൻട്രി പ്ലാന്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കൂടും? പ്ലാന്റ് കൂടും. ഓക്കെ, പ്ലാന്റ് കൂടും. സോ പ്ലാന്റ് കൂടി, ഫസ്റ്റ് സംഭവം എന്താണ്? പ്ലാന്റ് കൂടി. ഇനി ക്യാഷ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് അസറ്റ് കുറയുകയാണ് ചെയ്യുന്നത്, ക്യാഷ് കുറയും. ഓക്കെ, ഇനി അടുത്ത കേസ് നമുക്ക് ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്യുന്നത്, ബാക്കി 1,90,000. അപ്പൊ നമുക്ക് ആര് വരും? ക്രെഡിറ്റേഴ്സ് വരും. സോ ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ കൂടും അല്ലെ, നമ്മുടെ നിന്ന് കൂടും. സോ ക്രെഡിറ്റേഴ്സ് കൂടി നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. പ്ലാൻ നമ്മുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പ്ലാൻ എന്താണ്? ഒരു അസറ്റ് ആയതുകൊണ്ട്. സോ ജേണൽ എൻട്രി എങ്ങനെയായിരുന്നു വരിക? പ്ലാന്റ് അക്കൗണ്ട് ഡെപ്റ്റർ പ്ലാന്റ് അക്കൗണ്ട് ഡെപ്റ്റർ 2,20,000 ടു ക്യാഷ് എത്ര കൊടുത്തു? 30,000 ടു ക്രെഡിറ്റേഴ്സ് എത്ര രൂപയാണ് വരുന്നത്? ക്രെഡിറ്റേഴ്സ് 1,90,000 രൂപ. ഓക്കെ ആണല്ലോ, 1,90,000 രൂപ. ഇതാണ് മൂന്നാമത്തെ നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് 50,000 ഫോർ ക്യാഷ്. 50,000 രൂപ കൊടുത്ത് എന്ത് ചെയ്തു? ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജേണൽ എൻട്രി എങ്ങനെ വരുന്നത്? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആയിരിക്കും വരുന്നത്. സോ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്. പർച്ചേസ് കൂടുന്നുണ്ട്, അതുപോലെ ക്യാഷ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ഒരു എക്സ്പെൻസ് കൂടിയാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ക്യാഷ് ഒരു അസറ്റ് ആണ്, കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. സോ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് 50,000. നാലാമത്തെ ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് 50,000 ആണ് നമ്മുടെ ജേണൽ എൻട്രി വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് ലാസ്റ്റ് ട്രാൻസാക്ഷൻ പെയ്ഡ് എ ചെക്ക് ഓഫ് ₹2 lakh ടു ദ സപ്ലയർ ഓഫ് പ്ലാന്റ്. നമ്മളുടെ പ്ലാന്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ സപ്ലയർക്ക് നമ്മൾ എന്ത് ചെയ്തു? 2,00,000 രൂപ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എമൗണ്ട് ആയിട്ട് കൊടുക്കുകയാണ്, ചെക്ക് കൊടുക്കുകയാണ്. സോ അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഫർദർ ആയിട്ട് ഇവിടെ നമുക്കറിയാം ഇവിടെ 1,90,000 രൂപയുള്ളൂ അല്ലെ, 1,90,000 രൂപയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ 2,00,000 മാറ്റിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ 1,90,000 രൂപയാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ 2,00,000 നമ്മൾ
മൈൻഡിൽ വിട്ടിട്ടുണ്ട്. സോ 1,90,000 രൂപ നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം. സോ അപ്പോൾ എമൗണ്ട് കൊടുത്തു തീർക്കുന്ന രീതി തന്നെ നമുക്ക് എന്ത് വരും, നമ്മുടെ ക്വസ്റ്റ്യൻ വരും. സോ നമ്മൾ സപ്ലയർക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോവും, ബാങ്കിൽ നിന്ന് എമൗണ്ട് പോവും അല്ലേ. ഇനി ക്രെഡിറ്റേഴ്സിന് എന്താ ചെയ്യുന്നത്, ക്രെഡിറ്റേഴ്സിന് നമ്മൾ കൊടുത്തു തീർക്കുകയാണ് ചെയ്യുന്നത്. സോ ക്രെഡിറ്റേഴ്സ് എന്തായി മാറും, ഡെബിറ്റ് ആയി മാറും. സോ ജേണൽ എൻട്രി വിൽ ബി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റേഴ്സ് ഓർ സപ്ലയേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് 1,90,000 രൂപ. ഓക്കെ, 1,90,000 രൂപ. സോ ഈ രീതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇനി ഇതിനൊക്കെ നരേഷൻ ഉണ്ട് അല്ലെ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻസിന്റെ ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നരേഷൻ എഴുതാം. ഇനി ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ എൻട്രിയുടെ നരേഷൻ നമുക്ക് എഴുതാം. ഇനി പ്ലാൻ പർച്ചേസ് ഫോർ ക്യാഷ് ആൻഡ് ബാലൻസ് ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ നമുക്ക് എന്ത് ചെയ്യാം, നരേഷൻ ആയിട്ട് എഴുതാം. ഇനി പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ക്യാഷ് എന്നുള്ളത് പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ പേയിങ് ക്യാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നരേഷൻ എഴുതാൻ വേണ്ടി പറ്റും. ഇനി ലാസ്റ്റ് പെയ്ഡ് എമൗണ്ട് ടു ദ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നരേഷൻ എഴുതാം. സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജേണൽ എൻട്രീസ് പോസ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. സോ അത് ഇതേപോലെ എന്ത് ചെയ്യുക, വളരെ വൃത്തിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ എക്സാമിനേഷന് പഠിക്കണം. അപ്പൊ നല്ല മാർക്ക് സ്കോർ ചെയ്യുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.